ബദരീങ്ങളുടെ മഹത്വം നിഷേധിക്കുന്ന ഇന്നത്തെ സലഫി ഉണ്ടല്ലോ. ആ സലഫിക്കടക്കം മുസ്ലിം ആയിട്ടുണ്ടെങ്കിൽ ആകാൻ കഴിഞ്ഞതിന് കാരണക്കാര് മഹാന്മാരായ ബദരീങ്ങളാണ്. പുണ്യ മുഹമ്മദ് മുസ്തഫ ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം പുണ്യ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവോട് ദുആ ചെയ്തു, റബ്ബേ അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹൗലാഇൽ ഉസ്വാബ ഫലൻ തുഅബദ അലാ വജ്ഹിൽ അർളി അബദാ ഫലൻ തുഅബദ അലാ വജ്ഹിൽ അർളി അബദാ. ചിന്തിക്കുക. അല്ലാഹുവേ, ഈ ചെറു സംഘമെങ്ങാനും നാളെ ബദറിന്റെ മണ്ണിൽ നശിച്ചു പോയാൽ പിന്നെ ഭൂമിക്ക് മുകളിൽ ഒരു കാലത്തും നിനക്ക് ഇബാദത്ത് ചെയ്യുകയില്ല കേട്ടോ. മുഹമ്മദ് മുസ്തഫ. ഓഹോ, ചിന്തിക്ക്. അപ്പോൾ ഇന്ന് പൊന്മലപ്പള്ളിയിൽ ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒടുക്കിണങ്ങ പള്ളിയിൽ അല്ലാഹു ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, മുത്തേടത്ത് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, ചിക്കാഗോയിൽ ഒരു പള്ളി ഉണ്ടെങ്കിൽ അവിടെ ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ലണ്ടനിലെ സെൻട്രൽ മസ്ജിദിൽ നിന്ന് പള്ളിയിൽ ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാര് ബദരീങ്ങൾ തന്നെ. എന്തുകൊണ്ട്? ഇവര് നാളെ നശിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ ഒരു കാലഘട്ടത്തിലും നിനക്ക് ഇബാദത്ത് ചെയ്യുകയില്ല റബ്ബേ. അതുകൊണ്ട് ഇവര് നിലനിന്നാലേ നിനക്കുള്ള ഇബാദത്ത് ഈ ഭൂമിയിൽ നടക്കുകയുള്ളൂ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്. നാളെ ഇവരും നശിച്ചാൽ പിന്നെ ഈ ഭൂമിയിൽ നിനക്ക് ഇബാദത്ത് ചെയ്യുകയില്ല. അപ്പൊ ഇന്നൊരാൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ കാരണക്കാർ പറ ബദരീങ്ങളാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു ആ ഒരു പദവി അവർക്ക് നൽകിയത് കൊണ്ടാണ്. فلن تعبد على وجه الأرض أبدا فلن تعبد على وجه الأرض أبدا. ഒരു കാലത്തും നിനക്ക് ഇബാദത്ത് ചെയ്യാൻ അവർ ഈ ഭൂമിയിൽ നിനക്ക് പിന്നെ ഫലൻ തുഅബദ അലാ ഫലൻ തുഅബദ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അബദിയത. ഒരു കാലത്തും ഇബാദത്ത് ചെയ്യപ്പെടുകയില്ല എന്നാണ് ആ ഫലൻ തുഅബദ. ലെന്ന് എന്ന വാക്കിന് പദത്തിന് അറബിയിൽ ഒരു ഫ്യൂച്ചറിലെ സമ്പൂർണ്ണ ഫ്യൂച്ചറിലെ നിഷേധം കൊണ്ടുവരെ ലെന്ന് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ലെൻ എന്നതിൽ തന്നെ ഒരു ശാശ്വത രീതിയുണ്ട്. അതിന്റെ പുറമെ അബദാണ് വേറെയും പറഞ്ഞു മുത്ത് മുഹമ്മദ് മുസ്തഫ. فلن تعبد على وجه الأرض أبدا فلن تعبد على وجه الأرض أبدا. അവരുടെ കയ്യിൽ ആയുധമില്ല, എന്നിട്ട് അവർ യുദ്ധത്തിന് പോയി. എന്തുകൊണ്ട്? അവർക്ക് അല്ലാഹുവിനെ അറിയും. ഇങ്ങോട്ട് നോക്ക്, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇങ്ങോട്ട് നോക്ക്. അവരല്ലാഹുവിനെ അവരുടെ കയ്യിൽ ആയുധമില്ല, എന്നിട്ട് യുദ്ധത്തിന് പോയി. എന്തുകൊണ്ട്? അവര് അല്ലാഹുവിനെ അറിയും. എന്തുകൊണ്ട്? അള്ളാന്റെ മാർഗത്തെ സഹായിച്ചാൽ അള്ളാഹ് സഹായിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. അവർക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അവർക്ക് ഭൗതിക സൗകര്യങ്ങളില്ല. നമുക്ക് ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഒരു നന്മക്ക് ഇറങ്ങാൻ നമ്മൾ തയ്യാറുമല്ല. എന്തുകൊണ്ട്? അള്ളാഹനെ നമുക്ക് അറിയുകയില്ല. നമുക്ക് നിസ്കാരമുണ്ട്, അറിവില്ല. അവർക്ക് അറിവുണ്ട്, നിസ്കാരമുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്റെ കൂടെ വരി. അറിവ് എന്ന് പറഞ്ഞാൽ എന്താ കുട്ടിയെ? അറിവ് എന്ന് പറഞ്ഞാൽ കേവലം ഒന്നുണ്ടാക്കാനുള്ള അറിവല്ലല്ലോ കുട്ടിയെ. ഒന്നു ചെന്നിട്ട് എൻ്റെ ഓഫീസുണ്ട്, ആ ഓഫീസിനെ പറ്റിയാണ് ആദ്യം അറിയേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതാണ് അറിയേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു ബക്കറ്റ് കളക്ഷൻ ഉണ്ട്. ചിന്തിക്ക്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്. എന്താ ബദരീങ്ങളെ പ്രത്യേകത? അവർ അറിഞ്ഞവരാണ്. അവർക്ക് എന്തുകൊണ്ടാണ് ആയുധമില്ല പക്ഷേ ഇറങ്ങാൻ കഴിഞ്ഞു? അവർക്ക് അല്ലാഹുവിനെ അറിയും. അവരുടെ കയ്യിൽ വിഭവങ്ങളില്ല, എന്നിട്ടും അവര് പോയി. എന്തുകൊണ്ട്? അല്ലാഹുവിനെ അറിയും.
മദീനയിൽ നിന്ന് ബദറിൽ എത്തുന്നത് വരെ വാഹനം ഇല്ല. കൂർത്ത കല്ലുകളിലൂടെ നടന്നു പോകാൻ മര്യാദക്ക് ചെരുപ്പ് പോലും ഇല്ല. എന്നിട്ടും അവർ ഇറങ്ങിപ്പോയി അള്ളാഹുവിന്റെ മാർഗത്തിൽ. എന്തുകൊണ്ട്? അള്ളാഹുവിനെ അറിയും. നമുക്കറിയൂല. നമുക്ക് അറിവിന് സ്ഥാപനങ്ങളുണ്ട്, പക്ഷെ അറിവില്ല. നമുക്ക് അറിവിന് സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷെ അറിവില്ല. അവർക്ക് അറിവിന് സർട്ടിഫിക്കറ്റ് ഇല്ല, പക്ഷെ അറിവുണ്ട്. അവർക്ക് അറിവിന് സർട്ടിഫിക്കറ്റ് ഇല്ല, പക്ഷെ അറിവുണ്ട്. നമുക്ക് അറിവ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷേ ബദരീങ്ങളിൽ ആരെങ്കിലും കാസ്മിയാണോ? പാരഷ്ടന്മാരെ അല്ല. കാസ്മിയോ ഫത്വക്ക് വരെ അധികാരമുള്ള ഷഹാദത്തുൽ കാസ്മിയ 988 ഫത്വ കൊടുക്കാൻ വരെ അധികാരമുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടാണ് ഞാൻ ദൈവബന്ധത്തിന് വന്നത്. അപ്പൊ ഞാൻ മുഫ്തിയാണ്, ഫത്വ കൊടുക്കാൻ അധികാരമുണ്ട്. അപ്പൊ ഫത്വ കൊടുക്കാൻ അധികാരമുണ്ട്, സാക്ഷി പത്രമുണ്ട്, പക്ഷെ എന്തില്ല? പറയും മനുഷ്യന്മാരെ, എന്തില്ല? അറിയില്ല. അള്ളാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അറിവുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പുറം അറിവൊക്കെ ഉണ്ട്. ഇങ്ങനെ അറിവുണ്ട്, അങ്ങനെ പുറം അറിവൊക്കെ ഉണ്ട്. നെന്മണിയെ അരിയെക്കുറിച്ച് ഒരാൾക്കറിയാം, അയാൾ അറിവിന് പോയി. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? അയാൾ ഉമ്മിയെപ്പറ്റി പഠിച്ചു. ഉമ്മിയെപ്പറ്റി പഠിച്ചപ്പോൾ ഉമ്മിയെ തന്നെ പൂർണ്ണമായി പഠിക്കാൻ കഴിഞ്ഞില്ല. ഉമ്മിയുടെ പുറത്തുള്ള മഞ്ഞ കളറിനെ പറ്റി പഠിച്ചിട്ട് തഹസീൽ വാങ്ങിയിട്ട് അയാൾ എന്ത് ചെയ്തു? അയാൾ അരിയെക്കുറ്റി ഫത്വ കൊടുക്കാൻ അധികാരമുള്ള മഹാനാണ് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അയാൾ ഉമ്മിയെപ്പറ്റി പഠിച്ചെന്നല്ല, അയാൾ ആകെ പറഞ്ഞത് ഉമ്മിയുടെ പുറത്തുള്ള മഞ്ഞക്കളറിനെ പറ്റിയാണ്. പഠിക്കാൻ പോയത് അരിയെപ്പറ്റിയാണ്. ജനം മനസ്സിലാക്കിയത് ഇയാൾക്ക് അരിയെപ്പറ്റി വിവരണ്ടെന്നാണ്. ഇയാൾക്ക് അരിയെപ്പറ്റിയും വിവരമില്ല, ഉമ്മിയെപ്പറ്റിയും വിവരമില്ല. ഇയാൾക്കാകുള്ളത് പാരഷ്ട. പുറത്ത് പറയണ്ട. പുറത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരും, പക്ഷെ പുറത്ത് പറയണ്ട. ഇനിയിപ്പോൾ ദേഷ്യം വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കുറച്ചൊക്കെ ദേഷ്യം വന്നോട്ടെ. അപ്പൻ്റെ തലക്ക് കൊടുത്താൽ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അത് എന്നോട് ചൂടായിട്ട് ഒരു കാര്യമല്ല. ഇത് നേരാണ് ഈ പറഞ്ഞത്. ബദരീങ്ങൾക്ക് കാസിമിയാണോ? അല്ല, അവർ കാസിമിയല്ല. അവർ ഉമ്മുൽ ഖുറാ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ബിരുദം വാങ്ങിയവരുമല്ല, അവർ ബിരുദാനന്തര ബിരുദം വാങ്ങിയവരുമല്ല. പക്ഷെ അവർക്ക് അറിവുണ്ട്, ഹൃദയത്തിന് അറിവുണ്ട്. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അവരെ ഹൃദയത്തിൽ സീലടിച്ചു കൊടുത്തിട്ടുണ്ട്. അവരെ ഹൃദയത്തിൽ ഈമാനുണ്ട് എന്ന് അള്ളാഹു സീലടിച്ചു കൊടുത്തിട്ടുണ്ട്. കടലാസിന്മേൽ സീലടിച്ചതല്ല, ഹൃദയത്തിൽ സീലടിച്ചതാണ് വഹാബിയെ. പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നമുക്കിപ്പോ എന്തേ ഉള്ളൂ? അറിവുള്ളവരെ പിന്നാലെ കൂടുക. അറിവിന്, ഹൃദയത്തിന് അറിവുള്ള ഈ ഉമ്മത്തിലെ ആദ്യത്തെ വിഭാഗം ആരാണ്? ബദരീങ്ങളാണ്. അവരിൽ അതന്നെ, അവർക്ക് ഉള്ളിന് അറിവുണ്ട്. ചിന്തിക്ക് മുഅ്മിനെ, ചിന്തിക്കണം. അറിവുണ്ട്, ചിന്തിക്ക്. അള്ളാഹുവിന്റെ പരിശുദ്ധമഹത്വം അവർക്കറിയും. അള്ളാഹിന്റെ ഹബീബിന്റെ പ്രത്യേകത അറിയും. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വ്യാഖ്യാനം പറഞ്ഞ തല്ലുകൂടി സ്റ്റേജ് കെട്ടുകയല്ലടോ അവര്. കഴിഞ്ഞകാല മുഅ്മിനീങ്ങളെല്ലാം മുശ്രിക്കാണെന്ന് പറഞ്ഞ് തള്ളാൻ സ്റ്റേജ് കെട്ടുകയല്ലടോ അവര് ചെയ്തത്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയത്തിൽ സ്വീകരിച്ചവരാണ് ബദരീങ്ങൾ. ഹൃദയം കൊണ്ട് അള്ളാഹുവിലേക്ക് അറ്റം കെട്ടിയ കയറുള്ളവരാണ് ബദരീങ്ങൾ. അവരെ സ്ഥാനമേ ലോകത്തൊരു ശക്തിക്കുമില്ല. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രധാനികൾ ബദരീങ്ങളാണ്. അവരെ ദർജയേറ്റി കൊടുക്കട്ടെ. അവരെ ബേക്കിൽ പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇല്ലെങ്കിൽ നല്ല ചുറുക്കുള്ള പെണ്ണുങ്ങൾ അവരെ പടിയിലുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ ജമാൽ അതിനേക്കാളും വലുതാണെന്ന് അവർക്കറിയാം. നമുക്കതറിയില്ല. ചിന്തിക്ക്. അള്ളാഹുവിന്റെ ജമാലിനെ അവർക്കറിയാം. അവർക്ക് അറിയേണ്ട അളവിൽ അറിയാം. അൽഹംദുലില്ലാഹ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നവരാ. ഹിജ്റ കാലഘട്ടം കഴിഞ്ഞ്
ആ കാലഘട്ടത്തിൽ പലരും പുതിയ കല്യാണം കഴിച്ചവരുമാണ്. നല്ല നെഞ്ച് വീതിയുള്ള മാറുവീതിയുള്ള തലയും മുകളിലും താഴെയും പറയുന്ന സൗന്ദര്യമുള്ള നല്ല നല്ല കരുത്ത പെണ്ണുങ്ങൾ അവരെ പുരയിലുണ്ട്. സുന്ദരിമാര് അറബി പെണ്ണുങ്ങൾ. പക്ഷേ അവർക്ക് അല്ലാഹുവിന്റെ ജമാലിനെ പറ്റി ബോധമുണ്ട്. അതുകൊണ്ട് ഈ ഭംഗിയെക്കാളും വലിയ ഭംഗി അല്ലാഹുവിന്റെ ജമാലിയത്ത് തേടലാണെന്ന് അവർക്ക് ബോധമുണ്ട്. അതന്നെ, അല്ലാതെ ഒരു പണിയില്ലാത്തോണ്ട് യുദ്ധത്തിന് പോയതല്ല, ഒരു പെണ്ണില്ലാത്തോണ്ട് പോയതും അല്ല, അതുമല്ല. നല്ല പെണ്ണുങ്ങൾ, കരുത്തുള്ള പെണ്ണുങ്ങൾ, നമ്മളെ പെണ്ണുങ്ങളെ പോലെ ഈ ഷോൾഡറൊക്കെ ഒടിഞ്ഞു തൂങ്ങി ഒരു കൊലത്തിനും പറ്റാത്ത സൈസല്ല. നല്ല കരുത്ത അറബി പെണ്ണുങ്ങൾ, നല്ല കരുത്തുള്ള പെണ്ണുങ്ങൾ, കരുത്തുള്ള ആണുങ്ങൾ, അതൊക്കെ ആയിരുന്നു അവര്. നല്ല സൗകര്യങ്ങൾ, നല്ല യൗവനമുള്ള ആണുങ്ങളായിരുന്നു അവർ. പക്ഷെ അവർക്ക് അതൊക്കെ അറിയാം. ഇതൊക്കെ ക്ഷണികമാണ്. ഇതെല്ലാം ഇതൊക്കെ ഐഹിക ജീവിതത്തിന്റെ വിഭവങ്ങളാണ് എന്ന ബോധം അവർക്കുണ്ടായി. അല്ലാഹുവിന്റെ ജമാലിനെ കുറിച്ച് അവർക്ക് ബോധമുണ്ടായി. അവർ വാന നിരീക്ഷണം നടത്തിയവരല്ല, പക്ഷേ വാനത്തിന്റെ മഹാജമാലിനെ ഹൃദയത്തിൽ സ്വീകരിച്ചവരാ. സുബ്ഹാനല്ലാഹ്. അവർ മണ്ണുത്തിയിലെ മണ്ണ് സർവകലാശാലയിൽ പോയി മണ്ണിന്റെ ശാസ്ത്രീയത പഠിച്ച ശാസ്ത്രകാരന്മാര് അല്ല, പക്ഷെ മണ്ണിന്റെ ജമാല് ഇത് അല്ലാഹുവിന്റെ ജമാലാണെന്ന് ബോധമുള്ളവരാണ്. ആകാശങ്ങളെ കുറിച്ചുള്ള ബോധം, അല്ലാഹുവിന്റെ ജമാലിയത്തിന്റെ ബോധമുള്ളവരാണ്. ഈ പ്രപഞ്ചം മുഴുവനും അല്ലാഹുവിന്റെ ഹക്ക് തആലയായ പടച്ച റബ്ബുരാന്റെ വലിപ്പം എഴുതി വെച്ചതാണ് എന്ന ബോധമുള്ളവരാണ്. അപ്പോൾ പിന്നെ ഭാര്യയെ വരൽ നിർത്തിയിട്ട് കഴുത്ത് കൊടുക്കാൻ പോകാൻ അവർക്കൊരു പ്രയാസം ഉണ്ടായില്ല. നമ്മള് വയറിങ്ങനെ ഉഷാറായി പോകുമ്പോൾ ഇടക്കിടക്ക് വാച്ചിലേക്ക് നോക്കും, പറയണമെന്ന് നോക്കും, കേൾക്കണമെന്ന് നോക്കും. എന്തുകൊണ്ട് പോരേ പോകാൻ നേരം വൈകുമെന്ന് രണ്ടു കൂട്ടർക്കും പേടിയുണ്ട്. നിങ്ങളിവിടെ ഇല്ല, പുറത്ത് പറയണ്ട, അതൊരു ഇടക്കുള്ളൊരു സ്വകാര്യമാണ്. വയറ് പറയണമെന്ന് നോക്കും, വല്ലാതെ പറഞ്ഞാൽ അവിടെ എത്താൻ നേരം വൈകുമല്ലോ എനിക്കും തോന്നും. പറ കുട്ടിയെ പറ. അതൊരു പറച്ചിലാണ്. എന്തുകൊണ്ട്? നമ്മുടെ നാട്ടിൽ കൃഷ്ണൻ എന്ന ഒരു ഹോട്ടൽ മാനേജർ ഉണ്ടായിരുന്നു. കൃഷ്ണൻ്റെ ഹോട്ടൽ, കൃഷ്ണ ഹോട്ടൽ ഇടക്കിടണ്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. എൻ്റെ വാപ്പ അതിൻ്റെ തമാശ പറയും. ഇടക്കിടക്കട കൃഷ്ണ ഹോട്ടലിൽ പോയ വയറ് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയും. അപ്പോൾ എൻ്റെ ഒപ്പ കൃഷ്ണ ഹോട്ടൽ എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. വാപ്പയൊക്കെ അക്കാലത്ത് ഇടക്കരങ്ങാടിയിൽ നിന്ന് ഒരു 6 കിലോമീറ്ററിന് മൂത്തേടത്തേക്ക് പ്രധാനപ്പെട്ട അങ്ങാടി ഇടക്കര. കൃഷ്ണ ഹോട്ടലിലെ കൃഷ്ണനെ പോലെ വയറ് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്. അതെന്താ ഉപ്പാന്ന് ചോദിച്ചാൽ ഉപ്പ പറയും, കൃഷ്ണൻ്റെ ഹോട്ടലിൽ അന്ന് പോകുമ്പോൾ തിരക്കാ. ഉച്ചക്കൊക്കെ ആളുകൾ നിന്നിട്ട് പിന്നെ ഇല ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടി ആളുകൾ, ഒരാൾ ഇരിക്കുന്ന കൈ ഇല മടക്കുമ്പോഴത്തേനും അടുത്ത ആൾ വന്നിരിക്കും. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് ഒരു 1:30-2 മണിയാകാനാവുമ്പോൾ കൃഷ്ണൻ്റെ പെണ്ണുങ്ങൾ മെല്ലെ ഒരു 3-4 അട്ടിപ്പാത്രം കൊണ്ടുവന്നിട്ട് അത് കൃഷ്ണന് പൈസ വാങ്ങിയിരുന്ന ആ ചെയറിൻ്റെ അവിടെ മെല്ലെ വെച്ചിട്ട് പോളാട് പോകും. മനസ്സിലായില്ല? അതായത് കൃഷ്ണൻ ഈ ചോറ് കൊടുക്കുകയുള്ളൂ. നിങ്ങളിവിടെ ഇല്ല, ഇങ്ങനെ വയറ് തുറന്നിട്ടുണ്ടായില്ല. മനസ്സിലായില്ല? നിങ്ങളിവിടെ ഉണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അത് തലക്ക് കയറ്റണം. കൃഷ്ണൻ ചെയ്യാ ഈ ചോറ് വെക്കാണ്. ഈ ചോറ് കൃഷ്ണൻ വയ്ക്കൂല. കൃഷ്ണന് ചോറ് കൃഷ്ണന്റെ പെണ്ണുങ്ങളോട്. അപ്പൊ കൃഷ്ണന്റെ ഹോട്ടൽ പോലെ, കൃഷ്ണ ഹോട്ടലിലെ ചോറ് പോലെ വെള്ളം പറഞ്ഞിട്ട് കാര്യമില്ലടാന്ന് അറിയുമ്പോ അപ്പ ആദ്യം അത് ഇയ്യൊന്ന് തിന്നണം. മനസ്സിലായില്ല? അതിന്റെ രസം നിനക്ക് കൊടുങ്ങണം, എന്നിട്ടേ നാട്ടുകാരോട് പറയേണ്ടുള്ളൂ എന്ന് വാപ്പ പറയും. അള്ളാഹുവിനെ കാത്ത് രക്ഷിക്കട്ടെ. പറഞ്ഞ മനസ്സിലായ നിനക്ക്? പാപ്പ വലിയ തമാശക്കാരനാണ്, എന്നാൽ വലിയ കാര്യക്കാരനാണ്. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അവരൊക്കെ ദീനിന്റെ ഒരു ഉള്ളറിഞ്ഞ മനുഷ്യന്മാരാണ്. അള്ളാഹു അതൊക്കെ പഴയ കാലത്തെ മനുഷ്യന്മാർക്ക് ABCD ഒക്കെ വിവരം കുറവാണ്, പക്ഷെ അവർക്ക് ദീനിന്റെ ഉള്ളറിയും. അവർക്ക് ഉലമാവിനെ സ്നേഹിക്കാൻ അറിയും, സയ്യിദന്മാരെ സ്നേഹിക്കാൻ അറിയും, ദീനിന്റെ വലിപ്പം അറിയും. നമുക്കൊന്നും അറിയില്ല. അള്ളാഹു തആല അവരുടെ പിന്നാലെ പോകാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അതെന്നെ ബദരീങ്ങൾ വളരെ ചിന്തിക്കണം. അവർ അള്ളാഹുവിന്റെ വലിപ്പം അറിഞ്ഞവരാ, ഇല്ലെങ്കിൽ അവർക്കത് ചെയ്യാൻ കഴിയുകയില്ല.
അവര് പട്ടിണി പാവങ്ങളാണ്. അബൂ അഖീലിന് ഇതാ ബജ്റസുന്നൂരിൽ നിങ്ങൾ ചൊല്ലിയല്ലോ, ബഹുമാനപ്പെട്ട അബൂ അഖീൽ റളിയല്ലാഹു അൻഹു അബൂ അഖീലിനെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, എന്ന് പറയുന്നുണ്ട് മഹാനായ അബൂ അഖീൽ. ബദർ യുദ്ധത്തിലേക്ക് നാളെ പുറപ്പെടണം, കയ്യിലുള്ളത് നിങ്ങൾ കൊണ്ടുവരി. എത്ര ദിവസം ബദറിൽ നിൽക്കണമെന്ന് അറിയുകയില്ല, ഭക്ഷണത്തിന് ധാന്യം വേണമല്ലോ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ വീട്ടിൽ ചെന്നു ഭാര്യയോട് പറഞ്ഞു, അബൂ അഖീൽ പെണ്ണെ യുദ്ധത്തിന് പോകണം, എന്തെങ്കിലും ധാന്യം പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കണം, യാത്രയാണ്. അപ്പോൾ പെണ്ണ് പറഞ്ഞു, ഇന്ന് നേരം വെളുത്തിട്ട് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല, നിങ്ങൾക്കറിയുമല്ലോ. വൈകുന്നേരമാകാനായി. അപ്പോൾ അബൂ അഖീൽ റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ വന്നു, ഒരു പണി കിട്ടുമോ എന്നറിയാൻ. അങ്ങാടിയിൽ വന്നപ്പോൾ മദീന അങ്ങാടിയിൽ ഒരു ജൂതൻ വിളിച്ച് പറയുന്നുണ്ട്, നേരം വെളുക്കുന്നത് വരെ എന്റെ ഒട്ടകത്തോടു കൂടെ എന്റെ തോട്ടത്തിലേക്ക് വെള്ളം നനക്കാൻ ആളുണ്ടോ, ഞാൻ അവന് 2 സ്വാഴ് ഗോതമ്പ് നൽകാം. അപ്പോൾ അബൂ അഖീൽ റളിയല്ലാഹു അൻഹു ഓടി ചെന്നു ഈ മനുഷ്യന്റെ ജൂതന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ആ പണിയെടുക്കാമെന്ന്. അബൂ അഖീൽ റളിയല്ലാഹു അൻഹു ഓരൊക്കെ പറഞ്ഞ കുഞ്ഞുമോനെ എന്നോട് വിചാരിച്ച് മഹാനായ അബൂ അഖീൽ ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്, അത്ര വലിയ ആളല്ല, കൂട്ടത്തിൽപ്പെട്ട ഒരു സാധാരണ ബദരീന്റെ പോലും ഒരു ചിന്ത നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഅ്മിനെ ചിന്തിക്കണം. നേരം വെളുക്കുന്നത് വരെ അയാളുടെ ഒട്ടകത്തോടു കൂടെ ആ തോട്ടത്തിലേക്ക് വെള്ളം വലിച്ച്, തോട്ടത്തിൽ അയാളുടെ ഈത്തപ്പഴത്തോട്ടത്തിൽ വെള്ളം നിറച്ചു. സുബ്ഹിയുടെ നേരമായപ്പോൾ അബൂ അഖീൽ തങ്ങൾ എന്ത് ചെയ്തു? യഹൂദിയുടെ വാതിൽ പോയി തട്ടി. യഹൂദി വാതിൽ തുറന്നു, 2 സാഹ് ഗോതമ്പ് നൽകി. ഇന്നലെ രാത്രി പകൽ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. 2 സാഹിബ് നേരെ പുറേ കൊണ്ടുപോയി പകുതിയാക്കി. 1 സാഹിബ് കുട്ടികൾക്ക് ഭക്ഷണമാക്കാൻ വേണ്ടി ഭാര്യയെ ഏൽപ്പിച്ചു. 1 സാഹിബ് കൊണ്ടിരാ ബദറിന്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെടും മുത്ത് മുഹമ്മദ് മുസ്തഫയോട്. ഈ 1 സാഹ് ഗോതമ്പ് കഴിഞ്ഞാൽ എന്റെ കുട്ടികൾ എന്ത് കഴിക്കുമെന്ന ചിന്ത അദ്ദേഹത്തിന് ഇല്ല. തമ്പുരാൻ ഭക്ഷണം കൊടുക്കുമെന്ന ബോധമല്ലാതെ മറ്റൊന്നുമല്ല. മനസ്സ് തുറക്ക കുഞ്ഞുമോനെ, അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ബർക്കത്തുണ്ട്, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ചിന്തിക്ക്. നേരം വെളുക്കുന്നവരെ പണിയെടുത്തതാണ്. ആരാണ്? രാത്രി മുഴുവനും പണിയെടുത്തതാണ് അബൂ അഖീൽ റളിയല്ലാഹു അൻഹു. ഇനി ഒന്ന് കിടക്കട്ടെ എന്നില്ല, വിശ്രമിക്കാനുമില്ല. ബദറിലേക്ക് പുറപ്പെടുകയാണ് മുഹമ്മദ് മുസ്തഫ. ആ പട്ടാളത്തിൽ ഒരാളാണ് അബൂ അഖീൽ റളിയല്ലാഹു അൻഹു. മരുഭൂമിയിലേക്ക് പോകാൻ അത് വിശ്രമിച്ചിട്ടില്ല. മഹാനായ സയ്യിദുനാ അബൂ അഖീൽ സയ്യിദുനാ അബൂ അഖീൽ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. അങ്ങനെ എത്ര അവർ കൊടുതുണിക്കും മറുതുണിയില്ല. അവർ പുറപ്പെട്ടു പോയതിൽ പിന്നെ ജൂതന്മാരായ ചെറുപ്പക്കാരും മുനാഫിഖീങ്ങളും ബദർ സ്വഹാബികളുടെ വീട്ടുമുറ്റത്ത് വന്നിട്ട് കളിയാക്കി പെണ്ണുങ്ങളെ. ബദരീങ്ങൾ മനസ്സിലാക്കുക. ബദരീങ്ങൾ ആരെങ്കിലും ആക്ഷേപിച്ചാൽ എടാ ദുനിയാവും നശിക്കും, എടാ ആഖിറവും നഷ്ടപ്പെടും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചിന്തിച്ചു, ആരാണ് അവർ? അവരെ വീട്ടുമുറ്റത്ത് വന്ന് അവരെ ഭാര്യമാരെ കളിയാക്കാൻ തുടങ്ങി. മുനാഫിഖീങ്ങളും യഹൂദികളുമായ ചെറുപ്പക്കാർ വന്ന് അവരെ മസിൽ പവർ കാട്ടിയിട്ട് സ്വഹാബികളായ ബദറിലേക്ക് പോയ സ്വഹാബികളുടെ വീട്ടുമുറ്റത്ത് വന്നിട്ട് ഇങ്ങനെ കൈക്കരുത്ത് കാട്ടി. എന്നിട്ട് വീട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങളോട് വിളിച്ചു പറഞ്ഞ്, ഇനി അവൻ വരികയില്ല, അവനെ തുണ്ടമായി മുറിക്കാനാണ് മക്ക എന്ന്
പട വരുന്നത്. ഇനി അവൻ മടങ്ങി വരികയില്ല. എന്റെ മാർവിടത്തിലേക്ക് നിന്നെ കൂടി പോറ്റാനുള്ള കരുത്തുണ്ട് പെണ്ണേ, എന്റെ കൂടെ പോര്. നിങ്ങൾ ആലോചിക്കുക, പെണ്ണുങ്ങൾ വീട്ടിന്റെ അകത്തിരുന്ന് കരഞ്ഞു പോയി നടാന്ന് പറയാൻ ഒരു ആൺകുട്ടി മദീനയിൽ വേറില്ല. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ മനുഷ്യന്മാര്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവരുതെന്നോ? ആ പെൺകുട്ടിയും ആ പെണ്ണും ചെറിയ ചെറിയ പറക്കമുറ്റാത്ത മക്കളും വീട്ടിൻ്റെ അകത്തകത്ത് കടിച്ചമർത്തിക്കാൻ. പാറശ്ശേരി എന്നല്ലേ 1000ഓളം വലിയ രണക്കേസരികൾ വരികയാണ് ഇവരെ കൊല്ലാൻ. ഇവരെ കയ്യിൽ ആയുധമല്ലേ? മനസ്സിലായോ? പറഞ്ഞാൽ അപ്പോൾ ഇവനി വരൂല എന്നുള്ള കാര്യം ഏകദേശം പാറകുട്ടി ഉറപ്പാണ്. മറ്റും വലിയ മസിൽ കാട്ടി പറയാം, എൻ്റെ കൂടെ പോര്, ഞാൻ നോക്കിക്കോളാം, എൻ്റെ കൂടെ പോര്. വലിയ വലിയ ആണുങ്ങൾ, ജൂതന്മാരായ ആണുങ്ങളും മുനാഫിഖീങ്ങളായ ആണുങ്ങളും വന്ന് വീട്ടിൻ്റെ മുറ്റത്ത് വന്ന് പാവപ്പെട്ട സ്വഹാബിയത്തായ തരുണീരത്നങ്ങളെ കളിയാക്കി ആ ലൈംഗികമായ വൃത്തികേട് പാട്ടാക്കി വിളിച്ചു പറഞ്ഞു. തോന്നിയാസം വിളിച്ചു പറയാം. വീട്ടിൻ്റെ ഉള്ളിലുള്ള പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കേൾക്കുക. അവര് തിരിച്ചു വരുമോ വരില്ലേ എന്നുള്ള വിഷയവും അവർക്കില്ല. വാളില്ലല്ലോ എന്നൊരു യോദ്ധാവ് പറഞ്ഞപ്പോൾ സുദ്ദീഖ് ഇടപെട്ടു. നമ്മളൊരു വാളില്ലാതെ മര്യാദക്ക് ആയുധമില്ലാതെ ബദറിലേക്ക് പോയിട്ട് എന്തിനെ നമ്മളെ കയ്യിൽ മര്യാദക്ക് ആയുധങ്ങളില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ സയ്യിദ്നാ സുദ്ദീഖ് പറഞ്ഞു, ഒരാളൊരു കയ്യിലുമില്ലാത്ത വാള് നമ്മളെ കയ്യിൽ ഉണ്ടല്ലോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഒക്കെ പോയി. അതാണ് ബദരീങ്ങൾ. ചിന്തിക്ക്, എന്താണ് ആ രംഗം? നിങ്ങൾ ആലോചിക്ക് മനുഷ്യന്മാരെ. ഈ ദുനിയാവ് മദീന മുതൽ ബദർ വരെ പലരും നടന്നു. അവർക്ക് ആ യാത്ര പ്രയാസമല്ല. എന്തുകൊണ്ട്? ഒരു പ്രയാസം ഉണ്ടായില്ല. എന്തുകൊണ്ട്? അവർക്ക് അല്ലാഹുവിനെ അറിയും. നമുക്ക് വെയിലുള്ള സമയത്ത് പള്ളിയൊക്കെ പോകാൻ കഴിയില്ല. എന്തുകൊണ്ട്? നമുക്ക് അല്ലാഹുവിനെ അറിയില്ല. നമുക്ക് കാറ്റ് മഴ ഉണ്ടെങ്കിൽ പള്ളിയൊക്കെ പോകാൻ കഴിയില്ല. എന്തുകൊണ്ട്? നമുക്ക് അല്ലാഹുവിനെ അറിയില്ല. നമുക്ക് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയൂല. എന്തുകൊണ്ട്? അല്ലാഹുവിനെ അറിയില്ല. അവർക്കൊന്നും വിഷയമല്ല. അല്ലാഹുവിനെ അറിയും. നമുക്ക് ദുനിയാവ് അറിയും. നമുക്ക് ഇവിടെ ഒരു 10 സെന്റ് ഭൂമി വാങ്ങിയിട്ട് 6 മാസം കയ്യിൽ വെച്ചാൽ 50,000 വാങ്ങിയത് 75,000 വിൽക്കാൻ കഴിയുന്ന നമുക്കറിയും. അതവർക്കറിയില്ല. നിങ്ങളിവിടെ ഇല്ല. നമുക്കറിയുന്നത് അവർക്കും അറിയില്ല. പറയും മനുഷ്യന്മാരെ, പറയടോ, നമുക്കറിയുന്നത് അവർക്കും അറിയില്ല. അവർക്കറിയാം, നമുക്കും അറിയില്ല. നമുക്കറിയും. നമുക്ക് ഒരിക്കൽ അങ്ങാടിയിൽ ഒരു 10 സെന്റ് ഭൂമി ഒരു 1.5 ലക്ഷത്തിനോ 2 ലക്ഷത്തിനോ വാങ്ങിക്കൂട്ടിയാൽ വല്ലാതെ നേരം വൈകാതെ ഒരു 3 ലക്ഷത്തിന് ലാഭത്തിന് വെക്കാന്ന് നമുക്കറിയും. അത് അവർക്കറിയില്ല. അവർക്കറിയുന്നത് അള്ളാഹിന്റെ ജമാലാണ്, അള്ളാഹിന്റെ വലുപ്പത്തിലാണ്. നമുക്ക് ഒതുക്കങ്ങളെ ഭൂമിന്റെ വലുപ്പത്തിലറിയും. എന്തിന്റെ വലുപ്പത്തിലറിയില്ല? അള്ളാഹിന്റെ വലുപ്പത്തിൽ നമുക്കറിയില്ല. അവർക്ക് ഒതുക്കങ്ങളെ ഭൂമിന്റെ വലുപ്പത്തിലും അറിയില്ല. അതാണ് നമ്മുടെ വ്യത്യാസം. ബാക്കിയൊക്കെ കണക്ക് തന്നെയാണ്. താടി അവർക്കുണ്ട്, നമ്മക്കുണ്ട്. തലീക്കെട്ട് അവർക്കുണ്ട്, നമ്മക്കുണ്ട്. തൊപ്പി അവർക്കുണ്ട്. നിങ്ങളിവിടെ ഉണ്ടോ ആവോ? പറയും മനുഷ്യന്മാരെ, നീളം കുപ്പായ അവർക്കുണ്ട്, നമ്മക്കുണ്ട്. ഒക്കെ ഉണ്ട്. എല്ലാം. ചിലതൊക്കെ നമുക്ക് അവരെക്കാൾ കൂടുതലുണ്ട്. നല്ല മന്തി ഉണ്ട്. പറയും കുഴിമന്തി ഉണ്ട്. ഖബർ മന്തിയെ ഇനി ബാക്കിയുള്ളൂ. എല്ലാം ഉണ്ട്. ഒക്കെ നമുക്കുണ്ട്. ഇതില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത് വളരെ ചിന്തിക്കണം. അവരുടെ പ്രത്യേകത ഈ ഉമ്മത്തിൽ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളാണ്. അവർ ചിന്തിക്കുക. അവർ ആരിഫ്യങ്ങളാണ്. അല്ലെങ്കിൽ അവർക്ക് എനിക്ക് കഴിയില്ല. അവർ ആരിഫ്യങ്ങളാണ്. ഇവിടുന്നാണ് അവർക്ക് ആ മഅരിഫത്ത് നൽകി ലഭിച്ചത്. ബിഅശിഅത്തിൻ ഖറജത് മിൻ നൂരി റസൂലില്ലാഹ് മിൻ മുഹമ്മദിൻ ഇലാ ഖുലൂബിഹിം. മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ നൂറുൽ അൻവാറായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം അവരെ ഹൃദയത്തിലേക്കാണ് നിറങ്ങിയതാ. സുബ്ഹാനല്ലാഹ്. അത് പോയി ആ ഹൃദയത്തിലേക്ക് ആ പ്രകാശം. അവരറിഞ്ഞ് ആരാധിച്ചതാണ്. അവരുടെ അറിവ് തന്നെ കുട്ടിയ അല്ലാഹ്. അത് അറിവ് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ്. അല്ലെങ്കിൽ അവർക്ക് അത് ചെയ്യാൻ കഴിയൂല. ബദറിൽ മുനാഫിഖ് പോയിട്ടില്ല.
രക്ഷപ്പെടൂല എന്ന് എല്ലാവർക്കും അറിയാം. ബദറിലേക്ക് മുനാഫിക്ക് പോയിട്ടില്ല, കാരണം വരൂല. എന്നെ നേരെ തിരിച്ചടിച്ചു ഉഹദിൽ. എന്തുകൊണ്ട്? ഉഹദിൽ കലശമേനിയുണ്ട്. മനസ്സിലായില്ല? അതുകൊണ്ടാണ് കുടുങ്ങിയെടുത്ത് ബദരീങ്ങളെ എന്ന് പറയും. ഉഹദീങ്ങളെ എന്ന് പറയാറില്ല, തെറ്റുണ്ടായിട്ടല്ല, പറയാനില്ല. ഇത് കറല്ല. ഉഹദിൽ തിരിഞ്ഞൽ ചൊല്ലുണ്ട്. മനസ്സിലായില്ല? ഊഹദിലെത്തിയപ്പോഴത്തിന് ഏകദേശം മനസ്സിലായി ഇയാളെ കൂടെ പോയാൽ ജയിക്കും, ഒനീമത്തും കിട്ടും. അപ്പൊ കലശമേനി വന്നു. എവിടെ? പറഷ്ട. എവിടെ? ഊഹദില് പിന്നുള്ളിലൊക്കെ വന്നു. എന്തിലില്ല? അതുകൊണ്ടാണ് കാല് വെച്ചുത്തിയാലും അവിടെ വീണാലും ഇവിടെ വീണാലും കിട്ടിച്ചിട്ടില്ലെങ്കിലും പോയാലും വന്നു എന്തു പറയും? നിങ്ങളെ കറല്ലേ, ഒക്കെ കറല്ലേ, അതൊക്കെ ഒറിജിനലാണ്. പിന്നെ പലരും കൂടി, പിന്നെ മുനാഫിഖ്യങ്ങൾ കൂടി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? തോൽക്കണ കാര്യത്തിൽ ആരും ഉണ്ടാവില്ല, ജയിക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവും. ഞാനാണ് ജയിച്ചത്, ഞാനാണ് ജയിപ്പിച്ചൊക്കെ പറയും. ജയിച്ചത് പറയാൻ പാടുണ്ടാവും, തോറ്റണ കാര്യത്തിൽ ആരും ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ആര് തന്നെ. പിന്നെ പലരും വന്നു. ബനുൽ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞ് വരുമ്പോഴല്ലേ മുനാഫിഖൂന സൂറത്ത് ഇറങ്ങിയത്. ഒരു യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ, ബനുൽ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ ഇറങ്ങിയ സൂറത്തല്ലേ സൂറത്തുൽ മുനാഫിഖൂൻ. എന്തുകൊണ്ട്? വലിയൊരു ശതമാനം മുനാഫിഖീങ്ങൾ ഉണ്ടായിരുന്നു ആ യുദ്ധത്തിൽ, നമ്മളെ പക്ഷത്ത്. പിന്നെ ഇതിനെ പോയത് ഇങ്ങനെ തിരിഞ്ഞളിച്ച് നടന്ന വനിമത്ത് കിട്ടും. അപ്പൊ അവര് പോയി. അവരിതിന്റെ ആളുകളും അല്ല, അവര് മറ്റേ പാർട്ടിയാണ്. ഇതിൽ കൂടി കോലൊക്കെ നന്നാക്കി, ഉള്ളു ശരിയായില്ല. മനസ്സിലായില്ല? സഹാബികളെ കോലമ്പലും കെട്ടി. പക്ഷെ എന്തില്ല? പറ മനുഷ്യന്മാരെ, എന്തില്ല? ഉള്ളു മറ്റോടത്താണ് കൂറ് അബൂജഹലിനോടാണ്, കൂറ് ഉത്തുബത്തിനോടാണ്, കൂറ് ഷൈബത്തിനോടാണ്, അപ്പുറത്തെ കൂറ്. പക്ഷെ കോലൊക്കെ ക്ലിയറാക്കി. ബനുൽ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅജ്ജത്ത് പറഞ്ഞു. അപ്പോൾ ആ സദസ്സിലുള്ളവർ ചിരിച്ചു. എന്താ പറഞ്ഞത്? മാത റിഫാഅത്തു ബിൽ മദീന. ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരിക, ബനുൽ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരിക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഒരു വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാത റിഫാഅത്തു ബിൽ മദീന. റിഫാ തീർന്നു കേട്ടോ, റിഫാ കഴിഞ്ഞു കേട്ടാ, റിഫാ ചത്തുപോയിട്ടാ എന്ന് പറഞ്ഞു. മുനാഫിഖീങ്ങളുടെ ഒരു തലവനായിരുന്നു ആര്? ഈ റിഫാ. മദീനയിലുള്ള ആളാണ്. അയാൾ യുദ്ധത്തിലില്ല, അയാൾ മദീനയിലുണ്ട്. അപ്പൊ റസൂൽ പറഞ്ഞു, മാത റിഫാഅത്തു, റിഫാ തീർന്നോട്ടാ, റിഫാ തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായ മുനാഫിഖീങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവരുടെ നേതാവാണ് ആര്? പറ റിഫാ. അപ്പൊ ഇവർ ചിരിക്കാൻ തുടങ്ങി. ഇയാൾക്ക് ഇതെന്തറിയും? ഇയാൾ മദീനയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, വെറുതെ പറയാണ്. അങ്ങനെ മുന്നിൽ കുറേ നമ്മളിങ്ങനെ തലാട്ടുമ്പോൾ മൂപ്പരിങ്ങനെ പറയും. അതിന് എന്ത് വായനയുള്ളത്? നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുണ്ട്. ആരാ പറയുന്നത്? ബാക്കിലിരുന്ന് കുറ്റം പറയാം. ആരെ? സുഹൃത്താന കുട്ടി. ആരാ പരി യുദ്ധത്തിന് പോയത്? ആരെ കൂടെ? കുട്ടി ആരുടെ കൂടെ പോയതാണ്? റസൂലുള്ളാഹിന്റെ കൂടെ പോയ യുദ്ധത്തിലുള്ള യോദ്ധാക്കളെ കഥയപ്പി പറഞ്ഞത് മുനാഫിഖീങ്ങൾ. അപ്പോൾ സുഖകരമല്ലാത്തൊരു സദസ്സായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർത്താനം നിർത്തി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു, കുമു നമുക്ക് പോവാ, എണീക്ക് എല്ലാവരും എണീക്ക് പോവാ എന്നാണ്. ആ വിശ്രമ സ്ഥലത്ത് നിന്ന് എണീപ്പിച്ച് യാത്ര പുറപ്പെടാൻ ഒരുങ്ങി. അങ്ങനെ ഓരോരുത്തരും അവരുടെ യാത്രാ ഒട്ടകങ്ങളെ കൊണ്ടുവന്നു. യാത്രാ ഒട്ടകങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നു. യാത്രക്ക് തയ്യാറായി, സാധനങ്ങൾ കെട്ടിവെച്ചു, ഇറക്കി വെച്ച ബാണ്ടൊക്കെ കെട്ടിവെച്ചു, ഒട്ടകക്കെട്ടിൽ കയറ്റി. അതിനിടയിൽ റസൂലുള്ളാഹിന്റെ ഒട്ടകം കാണാനില്ല. അപ്പോൾ ആരോ വന്ന് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ഒട്ടകം അടുത്തൊന്നും ഇവിടെ ഒന്നും കാണാനില്ല. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ ഒട്ടകത്തെ അന്വേഷിക്ക്, എന്റെ ഒട്ടകം എവിടെ? അപ്പോൾ ഈ ചിരിക്കണ ഒരു പെരിഞ്ചിരി ഇരിക്കണ തുടങ്ങി. യഖൂലു മാ തരിഫഅതു ബിൽ മദീന വലാ യഅരിഫു അയ്ന നാഖതു. മനസ്സിലായില്ല? ഇപ്പൊ ഇവിടെ ഇരുന്ന് പറഞ്ഞത് റിഫാ മദീനയിൽ മരിച്ചു എന്നാണ്. ഈ പറഞ്ഞ ആൾക്ക് ഇവിടെ ഒട്ടകം എവിടെ നോട്ട് അറിയൂല. കളിയാക്കാൻ തുടങ്ങി. ആരെ? റസൂലുള്ളാഹിനെ കൂടെ പോയാൽ വർത്താനം പറഞ്ഞത്. ഇവര് പറയട്ടെ എന്ന് കുറച്ച് റസൂലുള്ളാഹി നോക്കി, ഒന്നും മിണ്ടിയില്ല. ഒരു ചിരിച്ചിങ്ങനെ വർത്താനം തുടങ്ങി. അങ്ങനെ ഉണ്ടല്ലോ, റസൂലുള്ളാഹി കേൾക്കണമില്ല എന്നാ കേൾക്കണുണ്ട്, കുസു അങ്ങനെ ഉണ്ടല്ലോ ഒരു കളി.
നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അതൊക്കെ പിന്നെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, കാരണം കുത്തിത്തിരിപ്പ് എമ്പോടും അറിയുന്ന മനുഷ്യന്മാരല്ലേ നമ്മൾ. അതൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. കുത്തിത്തിരിപ്പിന് എമ്പോടും പറ്റുന്ന മനുഷ്യന്മാരാണ് ഇന്നത്തെ കാലത്തെ ആളുകൾ. അതെങ്ങനെയാണ് കുത്തിത്തിരിപ്പ് എന്നൊന്നും പറയേണ്ടതില്ല. അതിനൊക്കെ ഡോക്ടറേറ്റ് വാങ്ങാൻ മാത്രമുള്ള മാത്രം നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പറയാൻ തുടങ്ങി. മദീന ഇരിക്കുന്ന റസൂല ഒന്നിങ്ങനെ ഉഷാറിലിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഈ കൈ ചൂണ്ടി ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കോളും. മരുഭൂമിയുടെ നടുവിൽ ഒരു ഷജറത്തിൽ ഒരു മരമുണ്ട്. എൻ്റെ ഒട്ടകം പോയി അതിൻ്റെ ആ മരത്തിനടിയിൽ കുറച്ച് പുല്ലുണ്ടായിരുന്നു. അത് തിന്നുന്നതിനിടയിൽ എൻ്റെ ഒട്ടകത്തിൻ്റെ മൂക്കയർ ആ മരത്തിൻ്റെ വേരിൽ കുടുങ്ങി നിൽക്കുന്നുണ്ട്. അവിടെ ഉണ്ട്, പോയി കൊണ്ടുവന്നാളിയാണ് മുഹമ്മദ് മുസ്തഫ. പറഞ്ഞ് മനസ്സിലായില്ലേ? കേട്ടതോടുകൂടെ മഹാന്മാരായ സ്വഹാബികൾ, മുഅ്മിനീങ്ങളായ സ്വഹാബികൾ പാഞ്ഞു നോക്കുമ്പോൾ ഒട്ടകണൊക്കെ ഉണ്ട്. ഒട്ടകത്തിനെ പിടിച്ചുകൊണ്ടു സ്വഹാബികൾ മുത്തുനബിയുടെ മുന്നിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്ക്.